എത്ര മണിയാടാ? ബിസിനസ് വേണം. എൻ്റെ അടുത്ത് എപ്പോൾ വരാൻ പറഞ്ഞത്? എപ്പോടെ നിന്റെ കാര്യത്തിൽ എനിക്കുള്ള ശുഷ്കാന്തി നിനക്കില്ലല്ലോ. കഷ്ടം തന്നെ കേട്ടോ. അത്യാവശ്യമല്ലേ എന്നെ വിളിക്കണത്? എടാ നീ ചുമ്മാ എന്നെ ഉപദേശിക്കാൻ പറ്റില്ലേ? എടാ ഞാൻ ഒരു ബിസിനസ് മാനാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒരു പണിയില്ലാത്ത നീ എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല അളിയാ. പറഞ്ഞില്ലൊന്നും വേണ്ട. ഒന്നും പറയുന്നില്ല. ശരി ചേ പിണങ്ങല്ലേ? ഒന്നുമില്ല. അവളെയോ പിണങ്ങല്ലേ? ഒന്നും പറയാനില്ല. അളിയാ പിണങ്ങി ഒന്നുമില്ല. നീ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എൻ്റെ നീ വിഷമിക്കാതെ. എൻ്റെ ഇച്ച ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ ആവശ്യത്തിന് വന്നിരിക്കുന്നു. വിളിക്കാം ഞാൻ. ബിരിയാണി വേണ്ട. എനിക്ക് വേണ്ട. എൻ്റെ ഇച്ചിരി അടുത്തൊക്കെ സംസാരിക്കടേ. നീ കാര്യം പറ. വിളിച്ച കാര്യം പറ. ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് ടെൻഷൻ അടിക്കണ്ടെന്ന്. എൻ്റെ അളിയ പുതിയ വർഷം തുടങ്ങിയതേ ഉള്ളൂ. നീ എന്നെ ഒരുമാതിരി വട്ടാക്കല്ലേ വിളിച്ചു വരുത്തി. നീ കൂളാവ്. ചെറിയ രീതിയിലൊക്കെ ടെൻഷൻ ആവുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അത് ശരിയായിക്കോളും. എടാ നീ കാര്യം പറ. നിൻ്റെ മറ്റേ അവന്തിയില്ലേ? അവന്തി അവള് വേറെ പയ്യനോട് പ്രേമത്തിലുണ്ട്. കാര്യമായിട്ട് പറഞ്ഞത്. എടാ നിനക്ക് നിന്റെ തോന്നൽ വല്ലതും ആയിരിക്കും. പോടാ എൻ്റെ പൊന്നെണ്ണ. നീനാണ് ഞാനാണ് കാര്യമായിട്ട് പറഞ്ഞത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഒരു പേങ്ങനത്തരം ചെറുക്ക അവൾക്ക് ഫയൻ കേസ് കൊടുത്തിട്ട് പോകുന്നു. പോടാ. കണ്ടതെന്ന് ഞാൻ എവിടെ വെച്ച് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കണ്ടല്ലേ. വേറെ ആരും ഇല്ല. അവളും ചാരും കൂടെ ഉണ്ടായിരുന്നു. മേളിൽ നിന്ന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ആരുണ്ടായിരുന്നു? അവളും ചാരും കൂടെ നിൽക്കുകയായിരുന്നു. നീ എന്നെ ടെൻഷനാക്കി കളഞ്ഞ്. എടാ അത് ചാരുവിൻ്റെ കാമുകനായിരിക്കും. കിച്ചണല്ലോ. ചാരുടെ കാമുകനാ? ചാരുടെ കാമുകനൊന്നുമില്ല. പിന്നെ അവന്തിയുടെ കാമുകൻ എന്ന് പറയാൻ അറിയാമല്ലോ. അവന്തിയുടെ കാമുകൻ തന്നെ. അതൊന്നും അല്ല, ചാരുവിൻ്റെ കാമുകനായിരിക്കും. അതങ്ങനെ ശരിയാവും. അതൊക്കെ അങ്ങനെ തന്നെ ശരിയാവും. അവന്തിയുടെയാണ്. എൻ്റെ ഒരു ഡിക്റ്റേറ്റീവ് ജേർണലിസ്റ്റ് ബുദ്ധിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവന്തിയുടെ കാമുകനാണ് തന്നെ. അല്ലയാ ഞാൻ ഒരു ബിസിനസ് മാനാണ്. എൻ്റെ ഒരു ഗസ് പ്രകാരം എടാ അത് അവളെ തന്നെ. കാരണമുണ്ട്. കാരണമില്ല. ഞാൻ പറഞ്ഞുതരാം. എന്തോന്ന് കാരണം ഞാൻ പറഞ്ഞുതരട്ടോ. നീ ഒരു ബിസിനസ്സുകാരനാണ്. എല്ലാവർക്കും അറിയാം തന്നെ. നിന്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഉണ്ട് സമ്മതിക്കും. ഉണ്ട്. അതല്ലല്ലോ ഉണ്ട് സമ്മതിച്ചാ. ഉണ്ട്. അപ്പൊ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനെ പ്രേമിക്കായി ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം വേണ്ടേ? അതവർക്ക് ആലോചിക്കാൻ കുറച്ച് ഇത് വേണം. ഒന്നും അല്ല. അവർക്ക് വേറെ ലൈനുണ്ട്. വേറെ കാമുകനുണ്ടേ. വിട്ട് കളഞ്ഞേക്ക്. എടാ ഇതാണ് എനിക്കും പറയാനുള്ളത്. എന്തോ? എടാ ചാരു ഓർഫണാണ്. ആണല്ലോ. എന്നിട്ടോ നിന്നെ പോലെ ഉള്ള ഒരുത്തന് അല്ലെങ്കിൽ ഉള്ള ഒരുത്തനെ അവക്ക് ഇഷ്ടമില്ലെങ്കിൽ അതാണ് റീസൺ. അവക്ക് കാമുകനുണ്ട്. ടെൻഷൻ അടിപ്പിക്കാൻ പോടേ. നിന്റെ പ്രശ്നത്തിൽ നീ എന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ട് കാര്യമില്ല. അത് നിന്റെ ചാരുവിന്റെ കാമുകൻ. ചുമ്മാ അവളുടെ കാമുകനായിരിക്കില്ലടാ. അവന്തിയുടെ കാമുകനായിരിക്കും. നമുക്ക് തൽക്കാലം അവന്തിയുടെ കാമുകനാക്കാം അവനെ. ഇതാ ചെറിയ ടെൻഷൻ. അതിപ്പോൾ എങ്ങനെ അറിയത്? എടേ നമുക്ക് അവൻ്റെ അടുത്ത് ചോദിച്ചാ പോരെ. അവൻ്റെ വീട് എനിക്ക് അറിഞ്ഞൂടാ. തനിക്ക് പിന്നെ എന്തിനറിയാം? തനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ ഈ സമയത്താണ് ആ ചെറുക്ക അവിടെ വന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും. ഇന്നും കൂടെ പോയി നോക്കാം. അവൻ എന്തായാലും വരും. കാരണം അവൻ്റെ പോക്കനുസരിച്ച് അവൻ ഇന്നും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പാണ്. പോയി നമുക്ക് അവനോട് നേരിട്ട് തന്നെ ചോദിക്കാം. അല്ല നീ എന്തിനല്ലേ അവിടെ പോയത്? അതാണ് ഇപ്പോഴത്തെ കാര്യം. ഞാൻ അവിടെ പല ആവശ്യത്തിനും പോകും. നിനക്ക് എന്താ വിളിക്കല്ലേ? നീ മറ്റേ അവന്തി സെറ്റാക്കി എടുത്തില്ല കല്യാണത്തിന് മൊത്തം. ഞാൻ ഇവിടെ ഇപ്പം പ്രേമിച്ചോണ്ടൊക്കെയാണ്. ഒരു കുഴപ്പമില്ല കേട്ടാ. ഒന്ന് സെറ്റാക്കി എടുക്കല. മിണ്ടാക്കി നിനക്ക് ചോദിക്കാൻ വരാൻ പറ്റൂടെ? നിന്റെ ആവശ്യമില്ല. ഞാൻ വരാം. സഹായിക്കാം. ആവശ്യം നിന്റെ ആവശ്യമാണ്. വേണമെങ്കിൽ വന്നാൽ മതി. ചെറുക്കനെ പിടിച്ച് മര്യാദയ്ക്ക് ചോദിച്ചോണം. ആരാണെന്നുള്ള കാര്യം അറിയണം. അല്ലെ നടക്കൂലേ? ടെൻഷൻ അടിപ്പിക്കും.